ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഗ്രൂപ്പിനകത്ത് കുറെ സുഹൃത്തുക്കൾ നിരന്തരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് നെറ്റ്വർക്ക് തകരാറ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സിഗ്നൽ നമ്മളെ ഫോണിന് റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല മെത്തേഡുകളും പറഞ്ഞു തന്നിരുന്നു. നമ്മൾ GSM ഓൺലി എന്നുള്ള സെറ്റിംഗ്സ് ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നെറ്റ്വർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ ഒന്നും ചെയ്യാതെ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്മളുടെ ഫോണിന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പേര് നെറ്റ്വർക്ക് സിഗ്നൽ ബൂസ്റ്റർ റീസെറ്റർ എന്നാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതിന്റെ പ്രോ വേർഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ കൂടെ നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പ്ലേ സ്റ്റോറിൽ പോയാലും കിട്ടും. നിങ്ങൾ പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്, അതല്ലെങ്കിൽ അതിന്റെ ഫ്രീ വേർഷനും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, അപ്പൊ ഈ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്ത് വെക്കുക. നമ്മൾ ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം റീസെറ്റ് നെറ്റ്വർക്ക് എന്ന് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഏറ്റവും മികച്ച നെറ്റ്വർക്ക് നമ്മളെ ഫോണിനകത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മളെ OS-നും അതുപോലെ നമ്മളെ കറന്റ് ഡിവൈസിനും സൂട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ ഓട്ടോ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവൂ, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിന്റെ പ്രോസസ്സിംഗ് തീരുന്നതിന് മുമ്പാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നെറ്റ്വർക്കിൽ കാര്യമായ മാറ്റമൊന്നും കാണില്ല. അപ്പൊ ഈ ഓട്ടോ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വെക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ താനെ ക്ലോസ് ആയി പോകും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കും നെറ്റ്വർക്ക്. എനിക്കൊക്കെ ഫുൾ റേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് റൂമിനകത്ത് പലപ്പോഴും നെറ്റ്വർക്ക് കട്ടായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഞാൻ ബൂസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫുൾ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പൊ നോക്കുക, ഇതിന്റെ സ്കാനിങ് കഴിഞ്ഞു പൂർത്തിയായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഏതാനും സെക്കൻഡുകൾക്കകം തന്നെ ക്ലോസ് ആയി പോകുന്നതാണ്. ഓക്കെ, ഇപ്പൊ അത് ക്ലോസ് ആയി പോയി. ഇപ്പോൾ നിങ്ങൾ ഇവിടെ മേലെ നോക്കുക, സിഗ്നൽ ഫുള്ളാണ്. ഇത് ഓൾറെഡി ഞാൻ ആദ്യം ബൂസ്റ്റ് ചെയ്ത കാരണം ആദ്യം തന്നെ എനിക്ക് ഫുൾ ഉണ്ട്. പക്ഷെ ഈ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ എനിക്ക് 1-2 പുള്ളിയാണ് ഈ സമയം എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഫുൾ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.